ഗുഡ് മോർണിംഗ്. ടൈട്രേഷൻസിൽ നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസിൽ പെർമാംഗനോമെട്രിയും ഡൈക്രോമെട്രിയും പറഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് 2 ടൈട്രേഷൻസും കൂടി പറയാനുണ്ട്. റിഡോക്സിൽ അയോഡിമെട്രിയും അയോഡോമെട്രിയും. The titrations involving iodine and liberated iodine, iodimetry and iodometry. The iodine is the oxidizing agent in both iodimetry and iodometry. Iodometric method ആയാലും iodimetric method ആയാലും രണ്ടിലും ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അയോഡിൻ ആണ്. The direct titration of a standard solution of iodine against a reducing agent is called iodimetry. അപ്പോൾ എന്താണ് അയോഡോമെട്രിയും അയോഡിമെട്രിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അയോഡിമെട്രി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് അയോഡിൻ, അതായത് അയോഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനെ ഒരു റെഡ്യൂസിങ് ഏജന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ടൈട്രേഷൻ നടത്തുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ അയോഡിമെട്രി എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് അയോഡിൻ അല്ലെ, നമ്മൾ അയോഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എടുക്കും, അതിനെ നമ്മൾ എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും, എന്നിട്ട് ഒരു റെഡ്യൂസിങ് ഏജന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേഷൻ നടത്തുന്നതിനെയാണ് അയോഡിമെട്രി എന്ന് പറയുന്നത്. ആൻഡ് the titration of iodine liberated from a chemical reaction with a reducing agent is called iodometry. അയോഡോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന അയോഡിനെ എതിരായിട്ട് നമ്മളൊരു റെഡ്യൂസിങ് ഏജന്റിനെ ടൈട്രേറ്റ് ചെയ്യുന്നത് തന്നെയാണ് അയോഡോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് അയോഡിൻ സൊല്യൂഷൻ അല്ല എടുക്കുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന അയോഡിനെതിരെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റിനെ ടൈട്രേറ്റ് ചെയ്യാണ് ചെയ്യുക അയോഡോമെട്രിയിൽ. അപ്പോൾ അതാണ് അയോഡിമെട്രിയും അയോഡോമെട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. Then producing agents like sodium thiosulfate, arsenious oxide, sodium arsenite, etc. are quantitatively oxidized by iodine. അപ്പോൾ നമ്മൾ പറഞ്ഞു അയോഡിൻ ആണ് ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അയോഡിൻ എന്തായിരിക്കും, റെഡ്യൂസിങ് ഏജന്റുകൾ, അതായത് സോഡിയം തയോസൾഫേറ്റ്, ആർസീനിയസ് ഓക്സൈഡ്, സോഡിയം ആർസനേറ്റ് പോലെയുള്ള റെഡ്യൂസിങ് ഏജന്റുകളെ ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് എന്താണ് ടൈട്രേഷൻ നടത്തുകയാണ് ചെയ്യുക. അയോഡിൻ ആണ് ഇവിടെ എന്ത് മറ്റുള്ളതിനേക്കാൾ ഓക്സിഡൈസ് ചെയ്യുന്നത്, അഥവാ അയോഡിൻ ആണ് ഇത് ഓക്സിഡൈസിങ് ഏജന്റ്. ഫോർ എക്സാമ്പിൾ അയോഡിൻ അഗെയിൻസ്റ്റ് സോഡിയം തയോസൾഫേറ്റ്. ഇപ്പോൾ സോഡിയം തയോസൾഫേറ്റ് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അയോഡിന്റെ ടൈട്രേഷൻ, അതായത് ഡയറക്റ്റ് ടൈട്രേഷൻ, അതായത് അയോഡിമെട്രിന്റെ ഒരു എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് I2 plus 2Na2 S2O3 gives Na2 S4O6 plus 2NaI. അവിടെ എന്തായി, അയോഡിൻ എന്ന് പറയുന്നത് എലമെന്റൽ ഫോമിലായിരുന്നു, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ഓക്സിഡേഷൻ നമ്പർ ആണ്. അവിടെ അതെന്തായിട്ട് മാറി, 2Na. 2Na എന്താണ് അയോഡിന്റെ -1 ആയിരുന്നു, -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ 0ൽ നിന്നും -1 ആയിട്ട് റെഡ്യൂസ് ചെയ്തു, അഥവാ അയോഡിൻ നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ ഇവിടെ അയോഡിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ്. Starch solution is used as the indicator in these titrations and is added towards the end of the titration. നമ്മൾ ബോത്ത് അയോഡോമെട്രിയിലും അയോഡിമെട്രിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ്. നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ പറയുമല്ലോ, അതിന് സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതന്നെ ഈ ഇൻഡിക്കേറ്റർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആഡ് ചെയ്യൂല, അതായത് റിയാക്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യൂല, ടുവാർഡ്സ് ദി എൻഡ്, ഏകദേശം ഒരു എൻഡ് പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. ഒരു പകുതിയോളം റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ടുവാർഡ്സ് ദ എൻഡിലേക്കാണ് നമ്മൾ സ്റ്റാർച്ച് സൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത്. The starch react with iodine in the presence of iodide to form an intensely blue colored complex which is visible even at very low concentration of iodine. അപ്പോൾ സ്റ്റാർച്ച് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടുവാർഡ്സ് ദി എൻഡിലാണ് നമ്മൾ എന്ത് റിയാക്ഷൻ മിക്സ്ചറിലേക്ക് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അയോഡിന്റെ കോൺസെൻട്രേഷൻ അല്ലേ, അയോഡിനൊക്കെ എന്താണ് സോഡിയം അയോഡൈഡ് ആയിട്ട് അല്ലെങ്കിൽ അയോഡൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക റിയാക്ഷന്റെ സമയത്ത്. അപ്പോൾ നമ്മൾ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് സ്റ്റാർച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അയോഡിനെ അവിടെ എലമെന്റൽ ഫോമിൽ I2 ആയിട്ട് എക്സിസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ഈവൻ ലോ കോൺസെൻട്രേഷൻ ഓഫ് അയോഡിൻ ആണെങ്കിൽ പോലും സ്റ്റാർച്ച് അയോഡിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് അയോഡൈഡ്, കാരണം കുറച്ച് അയോഡൈഡ് ഉണ്ടായതിന്റെ ശേഷമാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. അപ്പോൾ അയോഡൈഡിന്റെ പ്രസൻസിൽ അയോഡിനായിട്ട് സ്റ്റാർച്ച് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത് ഇന്റൻസ് ബ്ലൂ കളർ ആയിരിക്കും, നല്ല കടും നീല അല്ലെങ്കിൽ കരിനീല കളർ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത്. When all the iodine is reduced to iodide, the above blue color vanishes and give end point. അപ്പോൾ റിയാക്ഷന്റെ അവസാനത്തിൽ എല്ലാ അയോഡിനും അയോഡൈഡ് ആയിട്ട് I- ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ നോ മോർ അയോഡിൻ, എലമെന്റൽ ഫോമിൽ I2 എന്നുള്ള ഫോമിൽ അയോഡിൻ എക്സിസ്റ്റ് ചെയ്യൂല. അപ്പോൾ സ്റ്റാർച്ച് ആയിട്ട് എന്താണ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റൂല, അങ്ങനെ ബ്ലൂ കളർ ഉണ്ടാവും, വാനിഷ് ചെയ്യും.
അതാണ് എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സ്റ്റാർച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ. ലാസ്റ്റ്, അതായത് റിയാക്ഷന്റെ ഏകദേശം അവസാനത്തേക്കാണ് നമ്മൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന് ഏകദേശം അയഡിനുകൾ എന്തായിരിക്കും, കൂടുതൽ അയഡിനും അയഡൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് പോയിട്ടുണ്ടാവും, കുറച്ച് അയഡിൻ ആയിരിക്കും റിയാക്ഷൻ മിക്സ്ചറിൽ ഉണ്ടാവുള്ളൂ. ഈവൻ ലോ കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ ആയാലും സ്റ്റാർച്ച് അയഡിനായിട്ട് ഇന്റൻസ് ബ്ലൂ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ദെൻ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി റിയാക്ഷൻ, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് റിയാക്ഷൻ എല്ലാ അയഡിനും അയഡൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സ് ഉണ്ടാവാനുള്ള അയഡിൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ ബ്ലൂ കളർ എന്തായിരിക്കും, എൻഡ് പോയിന്റ് ബ്ലൂ കളർ വാനിഷ് ചെയ്യാണ് ചെയ്യുക. അതാണ് അതിന്റെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഇക്വലൻസ് പോയിന്റ്, എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വാനിഷിംഗ് ഓഫ് ബ്ലൂ കളർ ആയിരിക്കും. Here, iodine has only a slight solubility in water and the concentration of aqueous solution of iodine decreases because of the volatility of iodine. നമുക്കറിയാം അയഡിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഗ്യാസ് ആണ്. അയഡിൻ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, അത് വാട്ടറിൽ അതിന്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സ്ലൈറ്റ് സൊല്യൂബിലിറ്റി ആണ് അയഡിൻ കാണിക്കുന്നത്. പിന്നെ അതിന് ഇൻ കേസ് അക്വ സൊല്യൂഷൻ ഓഫ് അയഡിൻ, അതായത് അയഡിൻ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന അക്വ സൊല്യൂഷൻ എന്തായിരിക്കും, ഭയങ്കര വോളട്ടൈൽ ആയിരിക്കും. അത് പെട്ടെന്ന് എന്താണ്, വേപ്പറൈസ് ചെയ്ത് പോകും, അയഡിൻ ലിബറേറ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്താണ്, അയഡിന് രണ്ട് എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ട്. വെള്ളത്തിൽ എന്താണ് സൊല്യൂബിലിറ്റി കുറവാണ്, ഇനി സൊല്യൂബിൾ ആയാൽ തന്നെ അതെന്താണ് വോളട്ടൈൽ ആണ്. അത് വേഗത്തിൽ എന്തായിരിക്കും, അയഡിൻ വേപ്പർ ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ഇൻ ഓർഡർ ടു ഓവർകം അബവ് ലിമിറ്റേഷൻ, അപ്പോൾ ഈ രണ്ട് ലിമിറ്റേഷനും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അയോഡിൻ ഇൻ പൊട്ടാസ്യം അയോഡൈഡ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് ദിസ് ഈസ് ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് റിഡക്റ്റൻസ് ലൈക്ക് സോഡിയം തയോസൾഫേറ്റ്. അപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് അയോഡിൻ വേണം. അപ്പോൾ അയോഡിൻ വേണമെന്നുണ്ടെങ്കിൽ അയോഡിൻ ലിബറേറ്റ് ചെയ്ത് പോവാതിരിക്കണം. അങ്ങനെ ഈ ഒരു ലിമിറ്റേഷൻസ് നമ്മൾ ഓവർകം ചെയ്യുന്നത് ഒരു അയോഡൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡിന്റെ സൊല്യൂഷനിൽ അയോഡിനെ ഡിസോൾവ് ചെയ്യിക്കും അല്ലെങ്കിൽ മിക്സ് ചെയ്യും. പൊട്ടാസ്യം അയോഡൈഡും അയഡിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം എന്താണ്, അയഡിൻ വെള്ളത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യിച്ചാൽ അത് പെട്ടെന്ന് വോളറ്റൈൽ ചെയ്ത് പോകും, ലിബറേറ്റ് ചെയ്ത് പോകും. വോളറ്റൈലാണ്, അത് ലിബറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡിന്റെ ഒരു സൊല്യൂഷനിൽ അയോഡിനെ ഡിസോൾവ് ചെയ്യിക്കുക അല്ലെങ്കിൽ മിക്സ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്താണ്, ആ ഒരു സൊല്യൂഷനെ പൊട്ടാസ്യം അയോഡൈഡും അയോഡിന്റെയും കൂടി ഒരു മിക്സ്ചർ ആയിരിക്കും നമ്മൾ സോഡിയം തയോസൾഫേറ്റ് പോലുള്ള റിഡ്യൂസിങ് ഏജന്റിനെതിരായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. ദെൻ ആ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. I2, അതായത് നമ്മുടെ അയഡിൻ ഗ്യാസ് പ്ലസ് അയഡൈഡ്, I മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടാസ്യം അയഡൈഡിൽ നിന്നും K പ്ലസിനെ റിമൂവ് ചെയ്താൽ കിട്ടുന്ന എന്താണ്, അയഡൈഡ് I മൈനസ്. ഈ ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ, ഈ ഒരു മിക്സ്ചർ ഓഫ് സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സോഡിയം തയോസൾഫേറ്റിനെതിരായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നത്. ദെൻ I2 പ്ലസ് I മൈനസ് ഗീവ്സ് I3 മൈനസ്. ഈ ഫോമിലായിരിക്കും നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. An oxidant like KMnO4 or potassium dichromate can be made to oxidize potassium iodide to I2. അതിപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള I മൈനസ് അല്ലെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡിനെ I2 ആയിട്ട്, നമുക്ക് I2 ആണ് വേണ്ടത്. I2 ആണല്ലോ നമ്മൾ റെഡ്യൂസിങ് ഏജന്റിനെതിരെ ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പൊട്ടാസ്യം അയോഡൈഡിനെ I2 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് KMnO4 അല്ലെങ്കിൽ K2CR7 പെർമാംഗനേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പോലുള്ള ഓക്സിഡൈസിങ് ഏജന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ്, പൊട്ടാസ്യം അയോഡൈഡിനെ I2 ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഓക്സിഡൈസ് ചെയ്യാം. That is, അതിന്റെ ഇക്വേഷൻ ആണ് 2KMnO4 plus 8H2SO4 plus 10Ki gives K2SO4 plus 2MnSO4 plus 8H2O plus I2. ഉണ്ടോ, ഇവിടെയാണ് എന്ത്, ലിബറേറ്റഡ് അയഡിൻ. നമ്മൾ അയഡോമെട്രിയിൽ പറഞ്ഞല്ലോ, അയഡിൻ ലിബറേറ്റ് ചെയ്തതിന് അതിനെയാണ് എന്ത്, സോഡിയം തയോസൾഫേറ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയഡിനിൽ പൊട്ടാസ്യം അയഡൈഡിൽ നിന്നും I2വിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് KMnO4 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂസ് ചെയ്യാം. The liberated iodine then titrated against sodium thiosulfate. എന്നിട്ട് എന്താണ്, ഇവിടെ ലിബറേറ്റ് ചെയ്ത് കിട്ടുന്ന I2വിനെ നമ്മൾ സോഡിയം തയോസൾഫേറ്റിനെതിരെ ടൈട്രേറ്റ് ചെയ്യും. ആ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. I2 plus 2Na2S2O3 gives Na2S4O6 plus 2NaI. അപ്പോൾ ഇതാണ് എന്ത്, ഒരു ഓവറോൾ അയോഡോമെട്രി ആൻഡ് ഐഡിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അയോഡിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടാസ്യം അയോഡൈഡ് പോലുള്ള ഒരു അയോഡൈഡ് അടങ്ങിയിട്ടുള്ള ഒരു അയോഡിൻ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനെതിരായിട്ട് റെഡ്യൂസിങ് ഏജന്റുകളെ ടൈട്രേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് അയോഡിമെട്രി എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ലിബറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അയോഡിനെ ഒരു റെഡ്യൂസിങ് ഏജന്റിനെതിരായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നതിനാണ് അയോഡോമെട്രി എന്ന് പറയുന്നത്. സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ. അത് ടുവേർഡ്സ് ദി എൻഡിലാണ് ആഡ് ചെയ്യുക. അതെന്താണ്, അയോഡിനായിട്ട് ഒരു ഇന്റൻസ് ബ്ലൂ കളർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. എൻഡ് പോയിന്റ് എത്തുമ്പോൾ ആ കളർ വാനിഷ് ചെയ്യും. ദെൻ നമ്മൾ
അയോഡിനെ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ സൊല്യൂബിൾ ആക്കാൻ പറ്റില്ല. സ്ലൈറ്റ് സൊല്യൂബിലിറ്റി ആണുള്ളത്. ആൻഡ് ഇനി സൊല്യൂബിൾ ആയാൽ തന്നെ അതിന്റെ വോളറ്റിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അയഡിൻ പെട്ടെന്ന് ലിബറേറ്റ് ചെയ്ത് പോകും. ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും, ഒരു പൊട്ടാസ്യം അയോഡൈഡിന്റെ സൊല്യൂഷനിൽ അയോഡിനെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റിനെതിരായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് അയോഡിൻ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊട്ടാസ്യം അയോഡൈഡിൽ നിന്നും അയോഡിൻ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ K1O4, K2Cr2O7 പോലുള്ള ഓക്സിഡൈസിങ് ഏജന്റുകൾ യൂസ് ചെയ്യുന്നു. ദെൻ ആ ലിബറേറ്റഡ് അയോഡിൻ അഗെയിൻസ്റ്റ് സോഡിയം തയോസൾഫേറ്റ് ടൈട്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അയോഡോമെട്രി ആൻഡ് അയോഡോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അയോഡോമെട്രി ആൻഡ് അയോഡിമെട്രി. ഇനി കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിനെ കുറിച്ച് പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.